എവ്രിവൺ, ഞാൻ സുമി നിരഞ്ജൻ. നമ്മളിപ്പോൾ കാണുന്നത് അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെയാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 1849 റേഞ്ചിലും മറ്റൊന്ന് വന്നിട്ടുള്ളത് 2500 റേഞ്ചിലുമാണ്. അപ്പോൾ ഒരു ഫാബ്രിക് വന്നിട്ടുള്ള മസ്ലിൻ സിൽക്കിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 2 ഡിസൈനിലും 2 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാം, ഇല്ല ഞങ്ങളെ വാട്സപ്പ് ത്രൂവും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന മസ്ലിൻ സിൽക്കിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ കളർ ടോണിലാണ്. ഇതുപോലെ ഒരു സിൽവറിഷ് ഗ്രേയും ടീൽ ബ്ലൂവും അങ്ങനെ പല കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ഒരു സാൻഡിൽ കളറൊക്കെ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിൽ ഓൾ ഓവർ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ തന്നെ മസ്ലിൻ സിൽക്ക് ഫാബ്രിക് എല്ലാവർക്കും അറിയാം, നല്ല ഫ്ലോയി ആയിട്ട് നമ്മൾ തയ്ച്ചിട്ടാലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഹെം ലൈനിലോട്ട് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ്. നമ്മൾ ഹക്കോബയുടെ ഒക്കെ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പോലെ ബിറ്റ്വീൻ ഇതുപോലെ ഹോൾസ് വന്ന് എൻഡിലേക്ക് സ്കാലപ്പും വരുന്ന എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ഇതിൻ്റെ ഹെം ലൈനിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലാണ്. അത് ഈ ടീൽ ബ്ലൂ കളർ ടോണിൽ ആണ് വരുന്നത്. ഡീപ്പ് ടീൽ ബ്ലൂ ആണ്. അതിലുമെല്ലാം ഒരു എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. അതൊരു ഇതുപോലെ ആരി വർക്ക്, സെൽഫ് കളർ ത്രെഡ് ഇട്ടിട്ടുള്ള ആരി വർക്ക് ഫ്ലോറൽ പാറ്റേൺ പോലെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് റയോൺ കോട്ടൺ ഫാബ്രിക്കിലാണ്. അപ്പോൾ ഇതുപോലെ വരും ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് മജന്ത കളർ ടോണിൽ. അതേപോലെ തന്നെ അപ്പം ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് മജന്ത ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ തന്നെ പിന്നെ ഒരു പീച്ച്, ഒരു കോറൽ പീച്ച് കളറും ഒക്കെ കോമ്പിനേഷൻ കൊടുത്തിട്ട് എൻഡിലോട്ട് ഹെം ലൈനിൽ എംബ്രോയ്ഡറി വരുമ്പോഴത്തേക്കും മജന്ത കളർ ടോണിലാണ് ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ളത്. ദുപ്പട്ട അതേപോലെ തന്നെ പെയർ ചെയ്യുന്നത് മജന്ത ഷെയ്ഡിൽ ഇതുപോലെ വരും. ബോട്ടം വന്നിട്ടുള്ളതും റയോൺ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഈ ഒരു ഡിസൈൻ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നല്ല വർക്ക് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അത് ഫസ്റ്റ് ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളർ ടോണിലാണ്. നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ അതിലെല്ലാം നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. മെഷീൻ എംബ്രോയ്ഡറി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഫിനിഷിങ്ങിലുള്ള കാഴ്ചയിലൊരു എംബ്രോയ്ഡറി, ഒരു ഹാൻഡ് വർക്കിൻ്റെ ഒരു ഫീല് തരുന്ന എംബ്രോയ്ഡറിയാണ് വന്നിട്ടുള്ളത്. ചെറിയ ബൂട്ടാസ് ആയിട്ട് ഫ്രണ്ടിലെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നെക്കിന് ചുറ്റും ഇതുപോലെ പാറ്റേൺ വരുന്നുണ്ട്. നെക്ക് നമുക്ക് ഓൾറെഡി ഇതിലുണ്ട്. റൗണ്ട് നെക്ക് വിത്ത് സ്ലിറ്റ് പാറ്റേൺ ആയിരിക്കും നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. കളേഴ്സ് ഉപയോഗിച്ചേക്കുന്നതാണെങ്കിലും കോമ്പിനേഷനായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള വൈൻ കളറാണ്. പിന്നെ അതേപോലെ ഒരു ആൻറ്റിക് ഗോൾഡൻ കളറും അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം സീക്വൻസ് വർക്ക് കൊടുത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. ഫാബ്രിക് വന്നിട്ടുള്ളത് സിൽക്ക് ഫാബ്രിക്കാണ്. ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു ഫിനിഷ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്യുന്നത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിലാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ വൈൻ കളറാണ്. നമ്മൾ യോക്ക് പോർഷനിൽ ആ വൈൻ ത്രെഡ് കണ്ടു. പിന്നെ ഒരു അബ്സ്ട്രാക്ട് പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിൻസ് ഇതിൽ വരുന്നുണ്ട്. സ്ട്രൈപ്ഡ് ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട്. ദുപ്പട്ട നല്ല ഡിഫറെൻ്റ് ആൻഡ് ക്ലാസി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ദുപ്പട്ടയുടെ ഒരു ഫിനിഷ് വരുന്നത്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റൂണിലാണ്. ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 2549 റേഞ്ചിലാണ്. നേരത്തെ തന്നെ റിവേഴ്സ് പാറ്റേൺ ആയിട്ട് ടോപ്പ് വരുന്ന വൈൻ കളർ ടോണിലാണ്. അതിൽ എംബ്രോയ്ഡറി എല്ലാം സെയിം ഡീറ്റെയിൽ പാറ്റേണിൽ തന്നെയുള്ള എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട അതേപോലെ തന്നെ വൈൻ കളറും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഗോൾഡൻ യെല്ലോയുടെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് ദുപ്പട്ട പെയർ ചെയ്യുന്നത്. ബോട്ടം വരുമ്പം ഷാൻറ്റൂണാണ്.